അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. ഇന്നും ഒരു സ്നാക്ക് റെസിപ്പിയാണ്. കഴിഞ്ഞ വീഡിയോയിലൊരു ബ്രെഡ് വെച്ചൊരു ഈസി സ്നാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് ബ്രെഡ് വെച്ചിട്ടൊരു സ്വീറ്റ്സാണ് ചെയ്യുന്നത്, സ്വീറ്റ് ബ്രെഡ് ബോൾസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 8 ഈത്തപ്പഴം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു റോബസ്റ്റ് പഴം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്, രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ, കാഷ്യൂനട്ട്, അവിൽ, ഇത് ഓപ്ഷണലാണ്, പിന്നെ ബ്രെഡ്. നിങ്ങൾക്ക് റോബസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നേന്ത്രപ്പഴം ആണെങ്കിലും മതിയാവും. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഗീ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈത്തപ്പഴം, റോബസ്റ്റ്, പിന്നെ തേങ്ങ, കാഷ്യൂനട്ട്, അവിൽ, ഇതൊക്കെ കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ആഡ് ചെയ്യുന്നില്ല, കാരണം ഈത്തപ്പഴത്തിലും പഴത്തിലൊക്കെ നല്ല മധുരമുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മെൽറ്റ് ആവണത് വരെ ഒന്നും കൂടി സോട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ബ്രെഡിൻ്റെ ആ ബ്രൗൺ പാർട്ട് ഒന്ന് അരിഞ്ഞ് മാറ്റുക. ഇത് നമുക്ക് ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ബ്രെഡ് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ വെള്ളം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ കുറച്ച് ഫില്ലിങ് വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അധികം ഫില്ലിങ് വെച്ചാൽ പൊട്ടിപ്പോകും. അപ്പോൾ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കുക. നമുക്ക് ബോളായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ഈ ഉരുട്ടിയ ബോൾസ് നമ്മൾ ബ്രെഡ് ക്രംസ്, നമ്മുടെ ആ ബ്രൗൺ പാർട്ട് വെച്ചിട്ടില്ലേ, അതൊന്ന് മിക്സിയിലൊന്ന് കറക്കിയതിന് ശേഷം ഈ ബോൾസ് ഓരോന്ന് ഇതിൽ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ബ്രെഡ് ബോൾസ് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണ കുടിക്കും. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ഈവനിങ്ങിനൊക്കെ ചായ ആകുമ്പോഴത്തേനും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മുന്നത്തെ വീഡിയോ കാണാത്തവരൊന്ന് പോയി കാണുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.